കോൽക്കളിയെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫെബ്രുവരി 27-ന് ഗുരുക്കന്മാരുടെ സംഗമവും സെമിനാറും സംഘടിപ്പിക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലെ CH മുഹമ്മദ് കോയ ചെയർ ഹാളിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക. നാഷണൽ കോൽക്കളി അക്കാദമിയും കാലിക്കറ്റ് സർവകലാശാലയിലെ CH മുഹമ്മദ് കോയ ചെയറും സംയുക്തമായാണ് പരിപാടി ഒരുക്കുന്നത്. രാവിലെ 10-ന് ഡോക്ടർ ഗോവിന്ദവർമ്മരാജ ഉദ്ഘാടനം ചെയ്യും. മഹാകവി മോയിൻകുട്ടി വൈദ്യർ, മാപ്പിള കലാ അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ, ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട്, മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എളേറ്റിൽ, കേരളത്തിലെ കോൽക്കളി പരിശീലന മേഖലയിലെ പ്രമുഖ കലാകാരന്മാർ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും. നൂറുൽ ഹസൻ, ഗോവിന്ദവർമ്മരാജ, അബ്ദുറഹ്മാൻ കൊടുവള്ളി, അബ്ദുള്ള മാളിയേക്കൽ തുടങ്ങിയവർ വിഷയാവതരണം നടത്തും. കോൽക്കളിയിലെ മുതിർന്ന ഗുരുക്കന്മാരെ ആദരിക്കുകയും കേരള സർക്കാരിന്റെ ഫെലോഷിപ്പ് നേടിയ കലാകാരന്മാരെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്യും. നമ്മള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്ന 27-ാം തീയതി കോൽക്കളി സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടനുബന്ധിച്ചിട്ട് കോൽക്കളി ഗുരുക്കന്മാരെ ഒരു സംഗമവും നടത്തുന്നു. കോൽക്കളിയെ കുറച്ചുകൂടി പ്രാദേശിക സംഘങ്ങളിലേക്കും അതുപോലെ അക്കാദമിക തലത്തിലേക്കും ഇതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. കോൽക്കളി ഗുരുക്കന്മാരുടെ കൂട്ടായ്മ ഒന്നുകൂടി ശക്തിപ്പെടുത്തുക, അതുപോലെ കോൽക്കളി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കുക, പരിശീലകർക്ക് അതിനുള്ള അവസരം സാധ്യമാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. അതുപോലെ കോൽക്കളിയിൽ ഒരു പുരുഷാധിപത്യ സ്വഭാവം ഉണ്ട്, അത് പെൺകുട്ടികൾക്കും അതിനെ സാധ്യമാക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന 27-ാം തീയതി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പ്രമുഖ പണ്ഡിതന്മാർ, ഫോക്ലോർ രംഗത്തെ ആളുകളൊക്കെ പങ്കെടുക്കുന്ന ക്ലാസ്സുകളുണ്ട്, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ മുതിർന്ന ഗുരുക്കന്മാർ ആദരിക്കുന്നുണ്ട് ഈ മേഖലയിലുള്ള. അതുപോലെ യുവ ഗുരുക്കന്മാരുണ്ട്, യുവ കോൽക്കളി കലാകാരന്മാരുണ്ട്. അവരൊന്നുകൂടെ ഇതിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ഇതിന്റെ ഭാഗമാണ്. യാസിർ കുരിക്കൽ, അസീസ് മണമൽ എടരിക്കോട്, അബ്ദുറഹ്മാൻ കൊടുവള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.